ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് റെയിൽവേ ഗ്രൂപ്പ് ഡിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നതിൻ്റെ അടുത്ത പാർട്ടാണ് നോക്കുന്നത്. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. ഫിസിക്സും കെമിസ്ട്രിയും നമ്മൾ ഇത്രയും ദിവസം ഫിസിക്സ് വേറെ കെമിസ്ട്രി വേറെ രണ്ട് പാർട്ടായിട്ടായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. സോ ഇനി നമ്മൾക്കൊരു 5 ക്ലാസ്സിൻ്റെ കൂടെ ആവശ്യമുണ്ട്. സോ ആദ്യം തന്നെ ഞാൻ പറയണത് ഒരു ലെങ്തി വീഡിയോ ആയിരിക്കും. കാരണം 2 ഷിഫ്റ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫിസിക്സും കെമിസ്ട്രിയും ഫുള്ള് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ വീഡിയോ ഉള്ളത്. സോ ആദ്യം തന്നെ ഞാൻ പറയണത് ഒരു ലെങ്തി വീഡിയോ ആയിരിക്കും, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. പക്ഷേ ഫുള്ളായി കാണുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ തിയറിയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തിയറിയിലെയും അതിൽ കുറച്ച് എക്സ്പ്ലനേഷൻ വേണ്ട കാര്യങ്ങൾ കുറച്ച് ടഫായി തോന്നി എനിക്ക് തിയറി ആണെങ്കിലും കൂടെ. സോ നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. സോ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. നോക്കൂ, ഡാഷ് എലമെൻറ്റ്സ് ആർ പ്രസൻറ്റ് ഇൻ ദ 6th പീരീഡ് ഓഫ് ദ മോഡേൺ പീരിയോഡിക് ടേബിൾ. നമ്മൾ ഇതിന് മുമ്പ് ചെയ്ത ക്വസ്റ്റ്യൻസിലും നമ്മൾ കണ്ടതാണ്, മുമ്പിലെ ഷിഫ്റ്റിലെ ക്വസ്റ്റ്യൻസിലും കണ്ടതാണ്. പീരിയോഡിക് ടേബിൾ താറോ ആക്കിയിട്ട് പോകണം. നമ്മളെല്ലാം ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ ബേസിലാണ് നമ്മൾ പറയുന്നത്. അല്ലാതെ ഇനി വരുന്നൊരു എക്സാമിന് ഈ ക്വസ്റ്റ്യനാണ് വരിക എന്ന് പറയാൻ ഒരു ടീച്ചർക്കും പറ്റില്ല, ഒരാൾക്കും പറ്റില്ല. സോ നമ്മളെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ ബേസിൽ നോക്കുന്ന സമയത്ത് പീരിയോഡിക് ടേബിൾ എന്നുള്ള ഭാഗത്തുനിന്ന് ഒരുപാട് ചോദ്യങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിലെ എല്ലാ ഷിഫ്റ്റുകളിലും വന്നിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് നമ്മൾ പീരിയോഡിക് ടേബിൾ നന്നായി നോക്കാനായിട്ട് പറയുന്നത്. അപ്പോൾ ഈ ഷിഫ്റ്റിൽ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇതെന്നുള്ളത്. നോക്കൂ, എന്താണ് ഡാഷ് എത്ര എലമെന്റ്സ് ആണ് 6th പീരീഡിൽ ഉള്ളത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അത്രയും പീരിയോഡിക് ടേബിൾ തറോ ആയിട്ടുള്ള ഒരു കുട്ടിക്ക് മാത്രമാണ് കിട്ടുക. 32 എലമെന്റ്സ് ആണ് 6th പീരീഡിലുള്ളത്. CCM തൊട്ട് റെഡോൺ വരെ അതിൻ 32 പാർട്ടായിട്ട് 32 എലമെന്റ്സ് ആണ് ഉള്ളത്. ഇതിൽ ഒരു പാർട്ട് എന്ന് പറയുന്നത് ഏതാണ്? ലാന്തനൈറ്റ്സ് ആണ്. നിങ്ങൾക്ക് പീരിയോഡിക് ടേബിൾ നോക്കുമ്പോൾ കാണാൻ പറ്റും, CCM തൊട്ട് റെഡോൺ വരെയാണ്. ലാന്തനൈറ്റ്സും അതിന്റെ ഒരു പാർട്ടാണ്, 6th പീരീഡിന്റെ പാർട്ടാണ്. മൊത്തം 6th പീരീഡിൽ എത്ര എലമെന്റ്സ് ഉണ്ടെന്ന് ചോദിച്ചാൽ എത്രയാണ്? 32 ആണ്. പീരിയോഡിക് ടേബിൾ നന്നായി കണ്ട് മനസ്സിലാക്കിയൊരു കുട്ടിക്ക് മാത്രം കിട്ടുന്നതാണ്. സോ ശരിക്കും ഒരു റാങ്ക് മേക്കിംഗ് ആണെന്ന് തന്നെ പറയാം. അടുത്ത ക്വസ്റ്റ്യൻ, ദ വർക്ക് ഡൺ ടു ഇൻക്രീസ് ദ വെലോസിറ്റി ഓഫ് എ കാർ ഓഫ് 800 kg ഫ്രം 5 meter per second to 10 meter per second ഈസ്. ഈ ക്വസ്റ്റ്യൻ കുറച്ച് ലെങ്തി ആയിട്ടുള്ളൊരു ആൻസർ ആണ്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് കാണുക എന്നുള്ളത്. എന്താണ് ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത്? വെലോസിറ്റി ഓഫ് കാർ ആണ്. വെലോസിറ്റി ഓഫ് കാർ ഇൻക്രീസ് ചെയ്യാൻ എത്ര വർക്കാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. 5 മീറ്ററിൽ നിന്നും 10 മീറ്റർ പെർ സെക്കൻഡിലോട്ട് വെലോസിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് എത്ര വർക്കാണ് ചെയ്യേണ്ടത്? കാറിന്റെ വെയിറ്റ് എത്രയാണ്? 800 kg ആണ്. സോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? മാസ് തന്നിട്ടുണ്ട് അല്ലേ? മാസ് എത്രയുള്ളത്? 800 kg എന്നുള്ളത് തന്നിട്ടുണ്ട്. നമുക്ക് 2 വെലോസിറ്റി തന്നിട്ടുണ്ട് അല്ലേ? യുവും തന്നിട്ടുണ്ട്, വിയും തന്നിട്ടുണ്ട്. യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റിയും വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൽ വെലോസിറ്റിയാണ്. സോ നമുക്ക് 2 വെലോസിറ്റി തന്നിട്ടുള്ളത് കൊണ്ട് ഇനീഷ്യൽ വെലോസിറ്റിയും തന്നിട്ടുണ്ട്, ഫൈനൽ വെലോസിറ്റിയും തന്നിട്ടുണ്ട്. ഇനീഷ്യൽ വെലോസിറ്റി എത്രയാ? തുടക്കം എത്രയായിരുന്നു? 5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഫൈനൽ വെലോസിറ്റി വി എത്രയാണ്? 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഈ 5 മീറ്റർ പെർ സെക്കൻഡിൽ നിന്നും 10 മീറ്റർ പെർ സെക്കൻഡിലോട്ട് വെലോസിറ്റി ഇൻക്രീസ് ചെയ്യാൻ നമ്മൾ എത്ര വർക്കാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. സോ ഇത് ഈസി ആയിട്ട് എങ്ങനെ ചെയ്യാം എന്ന് വെച്ചാൽ, വർക്ക് എനർജി തിയറം പറയുന്നത് വർക്ക് ഡൺ എന്താണെന്ന് വെച്ചാൽ ആ വർക്ക് ഡൺ എത്രയാണോ ചെയ്തത്, എത്ര വർക്കാണോ ചെയ്തത്, വർക്ക് ഡൺ എത്രയാണോ അതിന് ഈക്വൽ ആയിരിക്കും ആ കാറിന്റെ കൈനറ്റിക് എനർജിയിൽ വന്ന വ്യത്യാസം എന്നുള്ളതാണ്. അതായത് ഞാൻ ഒന്നുകൂടെ പറയാം, ദ വർക്ക് എനർജി തിയറം സേസ് ദാറ്റ് വർക്ക് ഡൺ ബൈ വേരിയസ് ഫോഴ്സസ് ആക്ടിംഗ് ഓൺ എ ഒബ്ജെക്ട് കോസസ് എ ചേഞ്ച് ഇൻ ദ കൈനറ്റിക് എനർജി ഓഫ് ദ ഒബ്ജെക്ട് വിച്ച് ഈസ് ഈക്വൽ ടു ദ വർക്ക് ടോട്ടൽ വർക്ക് ഡൺ. നമ്മൾ ഒരു വർക്ക് ചെയ്യുമ്പോൾ അതിൽ എന്ത് വ്യത്യാസം വരും? കൈനറ്റിക് എനർജിയിൽ വ്യത്യാസം വരും. സോ ഈ ചെയ്ത വർക്കും കൈനറ്റിക് എനർജിയിൽ വന്ന വ്യത്യാസവും ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ്. സോ ഇത് പ്രകാരം
നമ്മൾ കൈനറ്റിക് എനർജിയുടെ ഫോർമുല വെച്ച് തന്നെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് പറ്റും. സോ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ഹാഫ് mv². കൈനറ്റിക് എനർജി കാണാനുള്ള ഫോർമുല എന്താ? ഹാഫ് mv² ആണ്. സോ നമ്മൾ എടുക്കുകയാണ് ഹാഫ് ഇൻറ്റു 800 ഇൻറ്റു വി എന്ന് പറയുമ്പോൾ അതിൽ ഏതൊക്കെയുണ്ട്? യു ഉണ്ട്, വി ഉണ്ട്, അതായത് ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ട്, ഫൈനൽ വെലോസിറ്റി ഉണ്ട്. സോ 10² മൈനസ് 5². സോ നമ്മൾക്ക് എത്ര വരും? 1/2 ഇൻറ്റു 800 ഇൻറ്റു 100 മൈനസ് 25 എത്രയാ? 75. സോ വർക്ക് ഡൺ എന്ന് പറയുന്നത് 30,000 ജൂൾ അല്ലെങ്കിൽ 30 കിലോ ജൂൾ. ഓപ്ഷൻസിൽ നമുക്ക് കിലോ ജൂളിൽ തന്നതുകൊണ്ട് 30 കിലോ ജൂൾ എന്നുള്ളതാണ് ആൻസർ. സോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ചെയ്ത വർക്കും കൈനറ്റിക് എനർജിയിൽ വന്ന വ്യത്യാസവും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഈ അസംഷൻ പ്രകാരമാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഈ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്തിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ലിറ്റ്മസ് സൊല്യൂഷൻ ഇസ് എക്സ്ട്രാക്റ്റഡ് ഫ്രം. ലിറ്റ്മസ് സൊല്യൂഷൻ നമുക്ക് എന്തെന്നാണ് കിട്ടുക എന്ന് ചോദിച്ചാൽ ഒരു ടൈപ്പ് ഓഫ് ആൽഗയിൽ നിന്നാണ് കിട്ടുക. ലിച്ചൻ എന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ലിറ്റ്മസ് സൊല്യൂഷൻ കിട്ടുന്നത്. ഇത് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്, നല്ലപോലെ ഓർത്തു വയ്ക്കുക. അടുത്തത്, എ കംപ്രസ്ഡ് സ്പ്രിംഗ് പ്രോസസ്. ഒരു കംപ്രസ് ചെയ്ത സ്പ്രിങ്ങിൽ എന്ത് എനർജിയാണ് ഉള്ളത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. പൊട്ടൻഷ്യൽ എനർജിയാണ് ഒരു കംപ്രസ്ഡ് സ്പ്രിങ്ങിലുള്ളത്. ഇതും ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. PSCക്കും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കംപ്രസ്ഡ് സ്പ്രിങ്ങിൽ എന്ത് എനർജിയാണ് ഉള്ളത് എന്ന് ചോദിച്ചാൽ പൊട്ടൻഷ്യൽ എനർജിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, അസിഡിറ്റി ഇൻ എ പേഴ്സൺ ക്യാൻ ബി ക്യൂർഡ് ബൈ കൺസ്യൂമിങ്. നമ്മൾക്ക് വയറിൽ അസിഡിറ്റി അല്ലെങ്കിൽ ഗ്യാസ് പ്രോബ്ലം ഉണ്ടായിന്ന് നമ്മൾ പറയുന്നത്, സാധാരണയായിട്ട് നമ്മൾ ഗ്യാസ് പ്രോബ്ലം ഉണ്ടായിന്ന് പറയും. അസിഡിറ്റി ഉണ്ടാകുന്ന സമയത്ത് എന്ത് ചെയ്താൽ ശരിയാവും എന്നുള്ളതാണ്. അപ്പൊ നമ്മൾക്ക് ചുമ്മാ നമ്മളൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ തന്നെ നമുക്ക് ഇത് അതിൽ വരാറുണ്ട്. എന്താണ്? ബേക്കിംഗ് സോഡ സൊല്യൂഷൻ എന്നുള്ളതാണ്. കാരണം എന്താണ്? ബേക്കിംഗ് സോഡ സൊല്യൂഷൻ കഴിക്കുകയാണെങ്കിൽ അസിഡിറ്റി ക്യൂർ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ കാണാറുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ബേക്കിംഗ് സോഡയ്ക്ക് ആൽക്കലൈൻ നേച്ചറാണ്. അപ്പോൾ pH ബാലൻസ് ചെയ്യാനായിട്ട് പറ്റും. അസിഡിറ്റീനെ നമ്മൾക്കൊരു ആൽക്കലൈൻ സൊല്യൂഷൻ കൊടുക്കുക എന്നുള്ളതാണ് ആ ഒരു കൺസെപ്റ്റ് ഉദ്ദേശിക്കുന്നത്. സോ അസിഡിറ്റി ഇൻ എ പേഴ്സൺ ക്യാൻ ബി ക്യൂർഡ് ബൈ കൺസ്യൂമിങ് ബേക്കിംഗ് സോഡ സൊല്യൂഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു ഡാഷ് ദ പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് ആർ എ പീരിയോഡിക് ഫംഗ്ഷൻ ഓഫ് ദർ അറ്റോമിക് മാസസ്. ആരുടെ ക്ലാസിഫിക്കേഷൻ ആണ്? എലമെന്റ്സിന്റെ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ പീരിയോഡിക് ടേബിളിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് ആറ്റോമിക് മാസിന്റെ ബേസിലുള്ളത്. ആരുടെയാണ്? മെൻഡലീവ്സിന്റെ പീരിയോഡിക് ലോ ആണ്. മെൻഡലീവിന്റെ പീരിയോഡിക് ലോ എന്തിനെ ബേസ് ചെയ്തിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്? ആറ്റോമിക് മാസിന്റെയാണ്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാസ് മോസ്റ്റ്ലി അല്ല. മെന്റലീവ് ആണ് എന്തെന്ന് പറയുന്നത്? അറ്റോമിക് മാസ് എന്ന് പറയുന്നത്. സോ ആ കാര്യങ്ങൾ എന്ത് ചെയ്യുക? അത് മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, ഓർത്തു വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ആൻ ഒബ്ജക്ട് ഓഫ് 2 kg ഈസ് മൂവിംഗ് വിത്ത് ആൻ ആക്സിലറേഷൻ ഓഫ് 4 m/s². ദ നെറ്റ് ഫോഴ്സ് ആക്ടിംഗ് ഓൺ ഇറ്റ്. ഒരുപാട് തവണ പറഞ്ഞതാണ്, ഇനി വീണ്ടും പറയുന്നില്ല. എല്ലാ ഷിഫ്റ്റിലും ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പറയുമ്പോൾ തന്നെ ഓർമ്മ വരേണ്ടതാണിത്. F = ma. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കിട്ടുന്നതാണ് 8 എന്നുള്ളത്. 4 × 2 8. സിമ്പിൾ ആണ്. ഉറക്കത്തിൽ പോലും തെറ്റാൻ പാടില്ലാത്ത ഒരു ക്വസ്റ്റ്യൻ ആണിത്. F ma. തെറ്റിപ്പോവരുത്. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഇസ് ദ മോസ്റ്റ് അബണ്ടന്റ് മെറ്റൽ ഓൺ ദ എർത്ത്. എർത്തിലുള്ള അബണ്ടന്റ് ആയിട്ടുള്ള മെറ്റൽ ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അലുമിനിയം ആണ് എർത്തിലെ അബണ്ടന്റ് മെറ്റൽ എന്ന് പറയുന്നത്. ആക്ച്വലി മോസ്റ്റ് അബണ്ടന്റ് എലമെന്റ്സ് ഇൻ എർത്ത് ക്രസ്റ്റ്. എർത്ത് ക്രസ്റ്റിലുള്ള ഏറ്റവും കൂടുതലുള്ള എലമെന്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അതിന് നിങ്ങൾ ഈസി ആയിട്ട് ഓർക്കുക. ഓസിയാൽ എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഓക്സിജൻ, സിലിക്കൺ, അലുമിനിയം. അതായത് എർത്ത് ക്രസ്റ്റിലെ ഏറ്റവും കൂടുതലുള്ള എലമെന്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഓക്സിജൻ ആണ്. എർത്ത് ക്രസ്റ്റിലെ ഏറ്റവും കൂടുതലുള്ള മെറ്റലോയിഡിന് സ്പെസിഫിക് ആയി എടുത്ത് ചോദിക്കുകയാണെങ്കിൽ അത് സിലിക്കൺ ആണ്. എർത്ത് ക്രസ്റ്റിൽ ഏറ്റവും കൂടുതലുള്ള മെറ്റൽ ഏതാണെന്ന് ചോദിച്ചാൽ അത് അലുമിനിയം ആണ്. സോ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഓക്സിജൻ, സിലിക്കൺ, അലുമിനിയം, OCl.
അടുത്തത് അതുപോലെ തന്നെ നമ്മൾക്ക് അറിയേണ്ടതാണ്, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് ബോഫാൻ എന്നുള്ളൊരു കോഡ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ഏതാണ്? ഓക്സിജൻ ആണ്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ഹൈഡ്രജൻ ആണ്. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ളത് നൈട്രജൻ ആണ്. അത് അങ്ങനെ തന്നെ കണക്ട് ചെയ്ത് വെക്കുക, BOPHAN. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള എലമെന്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഓക്സിജൻ ആണ്. പ്രപഞ്ചത്തിലെ ഹൈഡ്രജൻ ആണ്. അന്തരീക്ഷത്തിലെ നൈട്രജൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ സെക്കൻഡ് ലോ ഓഫ് മോഷൻ സ്റ്റേറ്റ്സ്. നിങ്ങൾ നോക്കൂ, കറക്റ്റായിട്ട് നമ്മൾക്ക് ക്ലിയർ കട്ടായിട്ട് സെക്കൻഡ് ലോ ഓഫ് മോഷൻ പഠിക്കണം എന്നുള്ളതാണ് അതിന്റെ കാര്യം ഇതിൽ മനസ്സിലാക്കാനുള്ളത്. ഓരോ ലോയും എന്ത് ചെയ്തിട്ടുണ്ട്, എടുത്ത് കറക്റ്റായിട്ട് ചോദിച്ചിട്ടുണ്ട്. ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഓഫ് ആൻ ഒബ്ജക്ട് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ നെറ്റ് ഫോഴ്സ് അപ്ലൈഡ് ഓൺ ദ ഒബ്ജക്ട് ഇൻ ദ ഡയറക്ഷൻ ഓഫ് നെറ്റ് ഫോഴ്സ്. ഇതാണ് എന്തെന്ന് പറയുന്നത്, സെക്കൻഡ് ലോ ഓഫ് മോഷൻ. 3 ലോയും വ്യക്തമായി പഠിച്ചൊരു കുട്ടിക്ക് മാത്രം കിട്ടുന്ന ഉത്തരമാണിത്. പക്ഷെ പഠിച്ചൊരു കുട്ടിക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, ഈ 1 മാർക്ക് വാങ്ങിച്ചെടുത്തിട്ട് പോകാനായിട്ട് പറ്റും. അതായത് നമ്മൾ ഫോഴ്സ് കൂടുതൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് കൂടുതലായിട്ട് ആക്സിലറേഷൻ നടക്കുന്നു, കൂടുതലായിട്ട് ആക്സിലറേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. സോ അതിന് പറയുന്ന ലോ ആണെന്നുള്ള എന്താ, സെക്കൻഡ് ലോ ഓഫ് മോഷൻ എന്നുള്ളത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോണതിന് മുമ്പ് കുറച്ച് ബേസിക് ആയിട്ട് ഒരു കാര്യം അറിയണം. അപ്പൊ ഞാൻ അത് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യനിലേക്ക് പോവാന്ന് വെച്ചിട്ടാണ് ഇതിപ്പോ പറയുന്നത് കേട്ടോ. ഹൗ ടു ബാലൻസ് ആൻ ഇക്വേഷൻ നമ്മൾ കണ്ടിട്ട് 8th 9th 10th ആ ക്ലാസ്സുകളിൽ പഠിക്കുന്നതാണ് എന്ത്, ഒരു ഇക്വേഷൻ ബാലൻസ് ചെയ്യാന്നുള്ളത്. സോ അതിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ ഞാൻ പറഞ്ഞു പോവാം. കാരണം ക്വസ്റ്റ്യൻ വരുന്ന രീതി വെച്ച് നമുക്ക് അത് പറയാതിരിക്കാൻ പഠിക്കാതിരിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു അവസ്ഥയാണ്. സോ മനസ്സിലാക്കുക എങ്ങനെയാണ് ഒരു ഇക്വേഷൻ ബാലൻസ് ചെയ്യുക. സിമ്പിൾ ആയിട്ട് നമുക്ക് പറഞ്ഞു പോവാം. ഒരു ഇക്വേഷൻ ഉണ്ട്, നോക്കൂ. S8 + O2 = SO2. ഇതാണ് ഒരു ഇക്വേഷൻ. ഈ ഇക്വേഷൻ ആദ്യം നമ്മൾ നോക്കുക, ഇത് ബാലൻസ്ഡ് ആണോ അല്ലയോ. സോ എങ്ങനെയാണ് നമുക്ക് അറിയാം ഇത് ബാലൻസ്ഡ് ആണോ അല്ലയോ എന്നുള്ളത്. സോ S8 + O2 എന്ന് പറയുന്നത് റിയാക്ടൻസ് ആണ്, റിയാക്ടൻസ് സൈഡ് ആണ്. ഈക്വൽ ടു കഴിഞ്ഞിട്ടുള്ളത് എന്താണ്, പ്രോഡക്ട്സ് ആണ് അല്ലെ. S8 + O2 എന്നുള്ളത് റിയാക്ടൻസും SO2 എന്നുള്ളത് എന്താണ്, പ്രോഡക്റ്റും ആണ്. ക്ലിയർ അല്ലേ? S8O2 അല്ലെ. റിയാക്ടൻസിൽ എന്തൊക്കെയുണ്ട്, S8 ഉണ്ട്, O2 ഉണ്ട് അല്ലെ. ഇനി പ്രോഡക്റ്റ് സൈഡ് നോക്കൂ, S എത്ര ഉണ്ട്, 1 ഉണ്ട്. O എന്ന് പറയുന്നത് എത്രയുണ്ട്, 2 ഉണ്ട്. സോ ഇത് രണ്ടും ഈക്വൽ ആണോ, അല്ല. രണ്ടും ഈക്വൽ ആണെങ്കിൽ മാത്രമാണ് എന്തെന്ന് പറയുന്നത്, ഒരു ഇക്വേഷൻ ബാലൻസ്ഡ് ആണ് എന്ന് പറയുന്നത്. അതായത് elements in the reactant sides is equal to that of the product side. റിയാക്ടന്റ് സൈഡ്സിലെയും ഈ പ്രോഡക്റ്റ് സൈഡ്സിലെയും എലമെന്റ്സിന്റെ നമ്പർ എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം. സോ ഈ തന്നിട്ടുള്ളതില് റിയാക്ടന്റില് S8 ആണുള്ളത്, O2 ആണുള്ളത്. പക്ഷെ പ്രോഡക്റ്റ് സൈഡിൽ S1 ആണ്, O2 ആണ്. അപ്പൊ സോ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് എന്തല്ല, ഇത് ബാലൻസ്ഡ് അല്ല. സോ ഇനി എങ്ങനെയാണ് ബാലൻസ് ആവുക എന്നുള്ളതാണ് പറയുന്നത്, ബാലൻസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് പറയുന്നത്. അതായത് നമ്മൾക്ക് ഇതില് കോയിഫിഷ്യൻസ് മാത്രമേ ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. റൂൾ എന്ന് പറയുന്നത് എന്താണ്, കോയിഫിഷ്യൻസ് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ആറ്റത്തിന്റെ ഫ്രണ്ടിലുള്ള നമ്പേഴ്സ് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇതാണ് ബേസിക് ആയിട്ടുള്ള റൂൾ എന്ന് പറയുന്നത്. എങ്ങനെയാണ് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഇതില് സൾഫറിനെ ഈക്വൽ ആക്കാൻ നോക്കാം. ഓക്കെ, നമ്മൾക്കിപ്പോൾ എങ്ങനെയുള്ളത്, റിയാക്ടൻസിൽ 8 ഉണ്ട്, പ്രോഡക്റ്റിലാണെങ്കിൽ 1 ഉള്ളൂ. സോ നമ്മൾ ആദ്യം എസിന് മുമ്പ് ഒരു 8 ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പം എന്ത് സംഭവിച്ചു, ഫസ്റ്റ് സ്റ്റെപ്പ് നോക്കൂ. എസ് എന്ന് പറയുന്നത് 8 ഉണ്ട് റിയാക്ടൻസ് സൈഡിൽ, പ്രോഡക്റ്റ് സൈഡിലും എത്രയുണ്ട്, 8 ഉണ്ട്. കറക്റ്റ് അല്ലേ? ഓക്കെ ആണ്. പക്ഷെ O നോക്കൂ, റിയാക്ടൻസ് സൈഡ്സിൽ O2 ആണുള്ളത്. പ്രോഡക്റ്റ് സൈഡ്സിൽ വരുന്ന സമയത്ത് ഈ 8 എന്ന് പറയുന്നത് ഏതിനും കൂടെ കോമൺ ആയി പോയി, ഓയ്ക്കും കൂടെ ഓക്സിജനും കൂടെ കോമൺ ആയി പോയി. സോ O എന്ന് പറയുന്നത് എത്രയായി, 2 × 8 16 ആയിപ്പോയി. സോ വീണ്ടും എന്താണ്, ബാലൻസ്ഡ് അല്ല. സോ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യാണ്, മറ്റൊരു 8 കൂടെ നമ്മൾ O2 മുമ്പ് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പൊ നോക്കൂ, ഇങ്ങനെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക, റിയാക്ടൻറ്റ് സൈഡ്സിൽ S8 ആയി, O16 ആയി. പ്രോഡക്റ്റ് സൈഡിൽ
എസ് 8 ആയി, ഒ 16 ആയി. ക്ലിയർ അല്ലേ? മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ നിങ്ങൾക്ക് ഇത്രയും ബാലൻസ് ചെയ്യേണ്ട ആവശ്യമായിട്ട് വരുന്നില്ല. പക്ഷെ ഒരു ഇക്വേഷൻ കണ്ടു കഴിഞ്ഞാൽ അത് ബാലൻസ്ഡ് ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കാൻ അറിഞ്ഞാൽ മാത്രം മതി. സോ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ. സപ്പോസ് ചോദിക്കുകയാണെങ്കിൽ യൂസ്ഫുൾ ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ പറഞ്ഞേ ഉള്ളൂ. ഒരു ഇക്വേഷൻ കണ്ടു കഴിഞ്ഞാൽ ബാലൻസ്ഡ് ആണോ അല്ലയോ എന്ന് നമ്മൾക്ക് എങ്ങനെയാണ് മനസ്സിലാവുക? റിയാക്ടന്റ് സൈഡ്സിലെ എലമെന്റ്സും പ്രോഡക്റ്റ് സൈഡ്സിലെ എലമെന്റ്സും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. സോ നമ്മൾക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ? ഈ തന്നിരിക്കുന്നതിൽ ഏതാണ് ബാലൻസ്ഡ് ആയിട്ടുള്ള ഇക്വേഷൻ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇതിൽ നോക്കൂ, Mg2 ഉണ്ട്. പ്രോഡക്റ്റ് സൈഡ് നോക്കൂ, Mg2 ഉണ്ട്. ഓ റിയാക്ടന്റ് സൈഡ്സിൽ O2 ഉണ്ട്. പ്രോഡക്റ്റ് സൈഡിലും എന്തുണ്ട്? O2 ഉണ്ട്. സോ ഈ തന്നിരിക്കുന്നതിൽ ഇതാണ് എന്തെന്ന് പറയുന്നത്? ബാലൻസ്ഡ് ഇക്വേഷൻ എന്ന് പറയുന്നത്. മറ്റുള്ളതിൽ ഏതിലും എന്തുണ്ടാവില്ല? ഇങ്ങനെ പ്രോപ്പർ ആയിട്ട് ഉണ്ടാവില്ല. അടുത്ത ക്വസ്റ്റ്യൻ, 42% of an alloy was silver. If in a quantity of alloy there was 147 gram of silver, what was the quantity of the other elements in the alloy? എന്താ പറയുന്നത്? ഒരു അലോയിലെ 42% സിൽവർ ആണ്. അങ്ങനെയുള്ള ഒരു 42% സിൽവർ എന്ന് പറയുന്നത് എത്രയാണെന്നാ പറഞ്ഞിട്ടുള്ളത്? 147 ഗ്രാം ആണെന്നാ പറഞ്ഞിട്ടുള്ളത്. അതായത് 42% എന്ന് പറയുന്നത് എത്രയാണെന്നാ പറഞ്ഞിട്ടുള്ളത്? 147 ഗ്രാം ആണ്. അങ്ങനെയാണെങ്കിൽ അതിലെ മറ്റ് എലമെന്റ്സിന്റെ ക്വാണ്ടിറ്റി എത്രയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമ്മൾക്ക് പെട്ടെന്ന് കാണുമ്പോൾ ഇതൊരു ഫിസിക്സ് ആയിട്ട് തോന്നുവാണെങ്കിലും, ഫിസിക്സ് ടൈപ്പായിട്ട് കെമിസ്ട്രി അതുപോലെ റിലേറ്റ് എന്തൊക്കെയോ ആണെന്ന് തോന്നുവാണെങ്കിലും കൂടെ നമുക്കിത് മാത്സിലോട്ട് അങ്ങോട്ട് മാറ്റാം. മാത്സിൽ കൺസെപ്റ്റ് ഉപയോഗിച്ച് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. സോ 42% എന്ന് പറയുന്നത് 147 ഗ്രാം ആണ് എന്നുള്ളത് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ അത് എടുത്തെഴുതി. ചോദിച്ചിരിക്കുന്നത് എന്താണ്? അതർ എലമെന്റ്സിന്റെ ക്വാണ്ടിറ്റി ആണ് അല്ലെ? അപ്പോൾ ബാലൻസ് എത്രയുണ്ട്? 42ന്റെ ബാലൻസ് 100 മൈനസ് 42 എത്രയാണ്? 58 ആണ്. അതായത് ബാലൻസ് എലമെന്റ്സ് എത്രയാണുള്ളത്. സോ 58% എത്രയാണെന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം മതി. 147 into 58 divided by 42 which is equal to 203 gram. സോ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത പ്രോബ്ലം, ഡ്യൂറിംഗ് ദ മെൽറ്റിംഗ് ഓഫ് സോളിഡ് ഇറ്റ്സ് ടെമ്പറേച്ചർ. സോളിഡ് മെൽറ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ടെമ്പറേച്ചറിന് എന്താണ് സംഭവിക്കുക? സോ നോക്കുക, ടെമ്പറേച്ചറിന് ഒരു മാറ്റവും സംഭവിക്കില്ല. ഇത് മുമ്പ് കാണാത്തൊരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ കുട്ടി എന്താണ്, ഈ ക്വസ്റ്റ്യനെ ആദ്യമായിട്ടാണ്, ഈ ഒരു ഭാഗം തന്നെ ആദ്യമായിട്ട് കാണുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യുക? ഇൻക്രീസോ ഡിക്രീസോ ആണ് എന്ത് ചെയ്യുക. സോ നമ്മൾ പഠിച്ചൊരു കുട്ടി എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത്? ഒരു സോളിഡ് മെൽറ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ടെമ്പറേച്ചർ എന്താണ് സംഭവിക്കുക? ഒരു മാറ്റവും സംഭവിക്കില്ല. കാരണം ആ ടെമ്പറേച്ചർ സെയിം ആയിരിക്കാൻ കാരണം അതിലുള്ള ഹീറ്റ് എനർജി ഫുള്ളായിട്ട് ആ ഒബ്ജക്റ്റിന്റെ ആ പ്രോസസ്സിന് വേണ്ടി ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ആ മെൽറ്റിംഗിനുള്ള പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ബോൺസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ടെമ്പറേച്ചർ ഫുള്ളായി എന്ത് ചെയ്യുന്നത്? ഹീറ്റ് എനർജി ഫുള്ളായിട്ട് ഉപയോഗിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ സോളിഡ് മെൽറ്റ് ആവുന്ന സമയത്ത് അതിന്റെ ടെമ്പറേച്ചറിൽ എന്ത് ചെയ്യില്ല? ഒരു മാറ്റവും സംഭവിക്കില്ല. അടുത്ത ക്വസ്റ്റ്യൻ, 5.6 കിലോവാട്ട് അവർ ഇസ് ഈക്വൽ ടു 5 കിലോവാട്ട് അവർ എന്ന് പറയുന്നത് എത്ര ജൂൾ ആണ്? സോ നമ്മൾ അറിഞ്ഞിരിക്കണം 1 കിലോവാട്ട് അവർ ഇസ് ഈക്വൽ ടു 3.6 into 10⁻⁶ ജൂൾസ്. ഇതേ ക്വസ്റ്റ്യൻ മുമ്പ് വേറെ ഷിഫ്റ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, മറ്റൊരു രീതിയിലാണെന്നുള്ളത് മാത്രമാണ്. സോ അറിഞ്ഞു വെക്കുക, 1 കിലോവാട്ട് അവർ ഇസ് ഈക്വൽ ടു 3.6 into 10⁻⁶ ജൂൾസ്. നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം, നിർബന്ധമായും പഠിച്ചു വെക്കുക. 3.6 into 10⁻⁶ ജൂൾസ് ആണെന്ന് പറയുന്നത് 1 കിലോവാട്ട് അവർ എന്ന് പറയുന്നത്. സോ നമ്മൾക്ക് ഈസി ആയിട്ട് കാണാനായിട്ട് പറ്റും. 5.6 കിലോവാട്ട് അവർ എത്രയാണെന്ന് ചോദിച്ചാൽ ജസ്റ്റ് മൾട്ടിപ്ലൈ മാത്രം ചെയ്താൽ മതി. 3.6 into 5.6 20.16 into 10⁻⁶ ജൂൾസ് ആണ്. സോ ഇതേ ഷിഫ്റ്റിൽ തന്നെ ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് എന്തെന്നുള്ളത്, ദ കമേഴ്ഷ്യൽ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി എന്താണെന്നുള്ളത്. ഇലക്ട്രിക്കൽ എനർജി നമ്മുടെ കമേഴ്ഷ്യൽ യൂണിറ്റിൽ പറയുന്നത് എങ്ങനെയാണ്? കിലോ വാട്ട് അവർ ആണ് അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. സോ ഇത് ക്ലാസ് ആയിട്ട് എടുത്തതിൽ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചോദിച്ചിട്ടുണ്ട്.
സോ ഓർത്ത് വയ്ക്കുക, ദ കമേഴ്ഷ്യൽ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി എന്ന് പറയുന്നത് എന്താണ്? കിലോ വാട്ട് അവർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഹാസ് ദ ലോവസ്റ്റ് ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി? ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് കുറവായിട്ടുള്ളത് ഇതിൽ ഏതാണെന്നുള്ളതാണ്. സിൽവറിനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡ്യൂ ടു അറ്റ്മോസ്ഫറിക് റിഫ്രാക്ഷൻ സൺറൈസ് ഈസ് അഡ്വാൻസ്ഡ് ആൻഡ് സൺസെറ്റ് ഈസ് ഡിലൈഡ് ബൈ അബൌട്ട് ഡാഷ്. അതായത് അന്തരീക്ഷത്തിലുള്ള റിഫ്രാക്ഷൻ അപവർത്തനം നടക്കുന്ന സമയത്ത് സൺറൈസ് നേരത്തെ അനുഭവപ്പെടുന്നതായിട്ടും സൺസെറ്റ് വൈകി അനുഭവപ്പെടുന്നതായിട്ടും നമുക്ക് തോന്നാറുണ്ട്. അത് എത്ര മിനിറ്റ് ആണ് അങ്ങനെ സംഭവിക്കാറുള്ളത് എന്നുള്ളതാണ്. 2 മിനിറ്റ് ആണ്. സോ ഇതിന്റെ എക്സ്പ്ലനേഷനിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് അപവർത്തനം അല്ലെങ്കിൽ റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലോട്ട് പോകുമ്പോൾ ആ ഒബ്ജക്റ്റിന്റെ പാത്ത് ഒന്ന് ഡീവിയേറ്റ് ചെയ്ത പോലെ തോന്നുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഒരുപാട് ക്ലാസിക് ആയിട്ട് കോമൺ ആയിട്ട് കണ്ടുവന്ന എക്സാമ്പിൾ ആണ് എന്തെന്നുള്ളത്, സ്കെയില് വെള്ളത്തിന്റെ ഉള്ളിൽ ഇടുന്ന സമയത്ത് ആ സ്കെയിലിന് ഒരു ചെറിയ ബെൻഡ് ഉള്ള പോലെ നമുക്ക് തോന്നുന്നത് എന്താണ്? റിഫ്രാക്ഷൻ ആണ്. ഇനി ഇതേ തന്നെ അറ്റ്മോസ്ഫറിക് റിഫ്രാക്ഷൻ ആയിട്ട് കണക്ട് ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ ദ റിഫ്രാക്ഷൻ ഓഫ് ദ ലൈറ്റ് ബൈ ദ എർത്ത്സ് അറ്റ്മോസ്ഫിയർ ഈസ് നോൺ ആസ് അറ്റ്മോസ്ഫറിക് റിഫ്രാക്ഷൻ. എർത്തിന്റെ അറ്റ്മോസ്ഫിയറിലുള്ള ലൈറ്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്തല്ല, ഒരു ഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടല്ല ഇരിക്കുന്നത്. പല ലെയറിൽ പല രീതിയിലാണ് അത് എന്ത് ചെയ്തിട്ടുള്ളത്? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. സോ വെലോസിറ്റി എന്ത് ചെയ്യും? ഓരോ ലെയറിലും മാറിക്കൊണ്ടേയിരിക്കും. അങ്ങനെ വരുന്ന സമയത്ത് ഒരു ഒബ്ജക്റ്റ് അറ്റ്മോസ്ഫിയറിലോട്ട് ലൈറ്റ് റേസ് ട്രാൻസ്മിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് പല ലെയറിൽ കൂടെ കടന്നുപോയി പല ഡെൻസിറ്റിയിലുള്ള മീഡിയത്തിലൂടെ കടന്നുപോയി റിഫ്രാക്ട് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. സോ ഇക്കാരണം കൊണ്ട് തന്നെ സൺ അപ്പിയേഴ്സ് ടു റൈസ് ഏർലി ബൈ 2 മിനിറ്റ്സ് ആൻഡ് സെറ്റ് ലേറ്റ് ബൈ 2 മിനിറ്റ്സ്. ഈ അറ്റ്മോസ്ഫറിക് റിഫ്രാക്ഷൻ കൊണ്ട് തന്നെ സൺറൈസ് അഡ്വാൻസ്ഡ് ആയിട്ടും സൺസെറ്റ് ഡിലേഡ് ആയിട്ടും കാണപ്പെടുന്നു. എത്ര മിനിറ്റ് ആണ് അങ്ങനെ കാണപ്പെടുന്നത്? 2 മിനിറ്റ് ആണ്. സോ ഇത്രയും കാര്യങ്ങൾ ഇതിൽ ഓർത്തു വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ദ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഫോർ മെഷറിംഗ് ദ ഫ്രീക്വൻസി ഓഫ് എ സൗണ്ട് വേവ്. സൗണ്ട് വേവിന്റെ ഫ്രീക്വൻസി മെഷർ ചെയ്യുന്ന യൂണിറ്റ് ഏതാണ്? ഹെർട്സ് ആണ്. യൂണിറ്റ്സ് മസ്റ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്. നമ്മൾ ഒരുപാട് യൂണിറ്റ്സ് ചോദിച്ചത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിന്റെ കൂട്ടത്തിൽ ഇതും കൂടെ ഓർത്ത് വയ്ക്കുക. ഫ്രീക്വൻസി ഓഫ് എ സൗണ്ട് വേവ് മെഷർ ചെയ്യുന്നത് എന്താണ്? ഹെർട്സ് ആണ്. അടുത്തത്, ദ വർക്ക് ഡൺ ബൈ ഫ്രിക്ഷൻ ഇസ് നോട്ട് ലോസ്റ്റ് ബട്ട് ഈസ് ട്രാൻസ്ഫേർഡ് ആസ് ഡാഷ് എനർജി. ഫ്രിക്ഷൻ സംഭവിക്കുന്ന സമയത്ത് ചെയ്ത വർക്ക് എന്ന് പറയുന്നത് നഷ്ടപ്പെടുന്നില്ല, പക്ഷെ അത് എന്തായിട്ട് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു? ഹീറ്റ് എനർജി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ദ അറ്റോമിക് നമ്പർ ഓഫ് പൊട്ടാഷ്യം ഈസ് 19 ആൻഡ് ഇറ്റ്സ് മാസ് നമ്പർ ഈസ് 39. ദ നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഇൻ ഇറ്റ്സ് ആറ്റം ഈസ്. അറ്റോമിക് നമ്പർ നമ്മൾക്ക് തന്നിട്ടുണ്ട്. പൊട്ടാഷ്യത്തിന്റെ 19 ആണ്. മാസ് നമ്പർ എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 39 ആണെന്ന് തന്നിട്ടുണ്ട്. കാണേണ്ടത് എന്താണ്? നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമ്പർ ഓഫ് ന്യൂട്രോൺസ് എന്താണെന്ന് വെച്ചാൽ മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ ആണ്. ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഇസ് ഈക്വൽ ടു മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ. മറ്റൊരു കാര്യം കൂടി ഓർത്ത് വെക്കുക, മാസ് നമ്പറിന് ഡിനോട്ട് ചെയ്യുന്നത് എം ആണെന്നുള്ളതും അറ്റോമിക് നമ്പറിന് ഡിനോട്ട് ചെയ്യുന്നത് എന്താണ്? സെഡ് ആണ്. A2Z എന്നുള്ളത് ഓർത്ത് വെക്കുക. അറ്റോമിക് നമ്പറിന് ഡിനോട്ട് ചെയ്യുന്ന സിമ്പൽ ഏതാണ്? സെഡ് ആണ്, A ഒന്നും അല്ല കേട്ടോ. അതുപോലെ തന്നെ മറ്റു 2 എണ്ണം കൂടെ അതിന്റെ കൂടെ തന്നെ ഓർത്ത് വെക്കുക. എന്താണ്? ഇലക്ട്രോൺസിന്റെയും പ്രോട്ടോൺസിന്റെ എണ്ണം എപ്പോഴും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ആൻ ആറ്റം ഇസ് ഈക്വൽ ടു ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ് in an atom. So number of electrons will be equal to the number of protons. ഇനി അതുപോലെ തന്നെ മാസ് നമ്പർ ആണ് കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ ചെയ്യാ? പ്രോട്ടോൺസും ന്യൂട്രോൺസും ആഡ് ചെയ്താൽ കിട്ടുന്നതാണ് എന്തെന്ന് പറയുന്നത്? മാസ് നമ്പർ എന്ന് പറയുന്നത്. മാസ് നമ്പർ ഓഫ് ആൻ ആറ്റം ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ്. പ്രോട്ടോൺസ് പ്ലസ് ന്യൂട്രോൺസ് ആണ് എന്ത് പറയുന്നത്? മാസ് നമ്പർ എന്ന് പറയുന്നത്. നമ്പർ ഓഫ് ന്യൂട്രോൺസ് എങ്ങനെയാ കണ്ടുപിടിക്കുക? മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ. നമ്പർ ഓഫ് ഇലക്ട്രോൺസും നമ്പർ ഓഫ് പ്രോട്ടോൺസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. സോ നമ്മൾക്ക് ഈസി ആയിട്ട് കിട്ടും 39 മൈനസ് 19 വിച്ച് ഇസ് ഈക്വൽ ടു 20. അടുത്ത ക്വസ്റ്റ്യൻ, ദ ടെൻഡൻസി ഓഫ് എ ബോഡി ടു റെസിസ്റ്റ് ചേഞ്ച് ഇൻ എ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ സ്റ്റേറ്റ് ഓഫ് മോഷൻ ഇസ് കാൾഡ്.
നമ്മൾ നോക്കിയിട്ടുള്ളതാണ് ഇനേർഷ്യ. ഇനേർഷ്യ എന്താണ്? ടെൻഡൻസി ഓഫ് എ ബോഡി, ആ ഇപ്പോ പോയിക്കൊണ്ടിരിക്കുന്ന ആ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിൽ നിന്നും വ്യതിചലിക്കാനായിട്ട്, മാറ്റം വരാനായിട്ടുള്ള ഒരു ബോഡിയുടെ റെസിസ്റ്റൻസിനെയാണ് എന്ത് പറയുന്നത്? ഇനേർഷ്യ എന്ന് പറയുന്നത്. ഇനേർഷ്യ ഓഫ് റെസ്റ്റ്, ഇനേർഷ്യ അറ്റ് മോഷൻ എല്ലാം നമ്മൾ ആപ്ലിക്കേഷൻ ലെവൽ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്താണ്? മുമ്പ് ഡിസ്കസ് ചെയ്താണ്. സോ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അടുത്തത്, ദ എലമെന്റ് പ്രസന്റ് ഇൻ ദ ഫോർത്ത് പീരീഡ് ആൻഡ് ദ സെക്കൻഡ് ഗ്രൂപ്പ്. നോക്കി എങ്ങനെയാ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതെന്ന്. ഫോർത്ത് പീരീഡിലുള്ളതും സെക്കൻഡ് ഗ്രൂപ്പിലും ഉള്ളതായ ഈ തന്നിട്ടുള്ളതിൽ ഏത് എലമെന്റ് ആണ് ഉള്ളത്? അതിനാണ് ഞാൻ പീരിയോഡിക് ടേബിൾ ഇവിടെ ഇട്ടിട്ടുണ്ട്, നോക്കുക. ഫോർത്ത് പീരീഡിലും സെക്കൻഡ് ഗ്രൂപ്പിലും ഉള്ളത് ഏതാ? കാൽഷ്യം ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഓൺ മിക്സിംഗ് വിത്ത് വാട്ടർ ചേഞ്ചസ് ടു ജിപ്സം. ഈ തന്നിരിക്കുന്നതിൽ ഏതിനെ വെള്ളത്തിന്റെ കൂടെ മിക്സ് ചെയ്താലാണ് നമ്മൾക്ക് ജിപ്സം കിട്ടുക? പഠിച്ചു വെക്കുക. കാൽഷ്യം സൾഫേറ്റ് ഹെമിഹൈഡ്രേറ്റ് പ്ലസ് വാട്ടർ ഗീവ്സ് ജിപ്സം. കാൽഷ്യം സൾഫേറ്റ് ഹെമിഹൈഡ്രേറ്റ് പ്ലസ് വാട്ടർ ഗീവ്സ് ജിപ്സം. അടുത്ത ക്വസ്റ്റ്യൻ, a body is thrown vertically upwards during its rise the potential energy and kinetic energy dash. എന്താണ് സംഭവിക്കുന്നത്? വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ അപ്വേർഡ്സ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? എറിയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പൊട്ടൻഷ്യൽ എനർജിക്ക് എന്താണ് സംഭവിക്കുക? കൈനറ്റിക് എനർജി എന്താണ് സംഭവിക്കുക? പൊട്ടൻഷ്യൽ എനർജി കൂടുന്നു, കൈനറ്റിക് എനർജി കുറയുന്നു. ഓർത്ത് വെക്കുക. ഇതിന് എങ്ങനെ കണക്ട് ചെയ്ത് ഓർത്ത് വെക്കാന്ന് വെച്ചാൽ, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, പൊട്ടൻഷ്യൽ എനർജി ഡാമിൽ സ്റ്റോർ ചെയ്ത വാട്ടറിന് എന്തുണ്ട്? പൊട്ടൻഷ്യൽ എനർജി ഉണ്ട് എന്നുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്. സോ അതിനുമായിട്ട് ഇതിനെ ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക. ഉയരുന്ന സമയത്ത് വെർട്ടിക്കലി അപ്വേർഡ്സ് എറിയുന്ന സമയത്ത് പൊട്ടൻഷ്യൽ എനർജി കൂടുന്നു, കൈനറ്റിക് എനർജി കുറയുന്നു. ഡ്യൂറിങ് ഇറ്റ്സ് അപ്വേർഡ് ജേണി, അപ്വേർഡ് പോകുന്ന സമയത്ത് വെലോസിറ്റി കുറയുകയും അതുകൊണ്ട് തന്നെ കൈനറ്റിക് എനർജിയും എന്ത് ചെയ്യുന്നു? കുറയുന്നു. സോ ഈ കൈനറ്റിക് എനർജീൻ്റെ എനർജി കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് പൊട്ടൻഷ്യൽ എനർജി എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. സോ അറ്റ് ദ ടോപ്പ് എത്തുന്ന സമയത്ത് വെലോസിറ്റി 0 ആയിരിക്കും, കൈനറ്റിക് എനർജി 0 ആയിരിക്കും, പക്ഷേ പൊട്ടൻഷ്യൽ എനർജി എന്തായിരിക്കും? അതിൻ്റെ മാക്സിമത്തിലായിരിക്കും. സോ ഒരു ബോഡി, ഒരു ഒബ്ജക്റ്റ് അപ്വേർഡ് ത്രോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി കൂടുകയും കൈനറ്റിക് എനർജി കുറയുകയാണ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, 2O represents 2 dash of oxygen. ആക്ച്വലി 2O എന്നുള്ളതും O2 എന്നും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, 2O എന്ന് പറയുന്നത് 2 ആറ്റംസ് ഓഫ് ഓക്സിജൻ ആണ്. O2 എന്ന് പറയുന്നത് 1 മോളിക്യൂൾ ഓഫ് ഓക്സിജൻ ആണ്. സോ 2Oയും O2യും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കുക. 2O റെപ്രസെൻ്റ് ചെയ്യുന്നത് 2 ആറ്റംസ് ഓഫ് ഓക്സിജൻ ആണ്. ഡാഷ് നെവർ ഒക്കേഴ്സ് സിംഗ്ലി ഇൻ നേച്ചർ. ഈ തന്നിരിക്കുന്നതിൽ ഏതാണ് നേച്ചറിൽ ഒറ്റയ്ക്ക് നിലനിൽക്കാത്തത്? ഫോഴ്സ് ആണ് അങ്ങനെ നിലനിൽക്കാത്തത്. അതായത് ന്യൂട്ടൻ്റെ അഭിപ്രായ പ്രകാരം, അക്കോർഡിംഗ് ടു ന്യൂട്ടൺ, ഫോഴ്സിന് എന്ത് ചെയ്യാൻ പറ്റില്ല? നേച്ചറിൽ സിംഗിളായിട്ട് നിൽക്കാനായിട്ട് പറ്റില്ല. അത് 2 ബോഡീസ് തമ്മിലുള്ളൊരു ഇൻട്രാക്ഷൻ ആണ്. ഇതിൻ്റെ ബേസിലാണ് അദ്ദേഹം തേർഡ് ലോ ഓഫ് മോഷൻ എഴുതിയിട്ടുള്ളത്, സ്റ്റേറ്റ് ചെയ്തിട്ടുള്ളത്. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഫോർ എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഫോഴ്സ് എപ്പോഴും എന്തായിട്ടുള്ളതാണ്? ഒരു പെയർ ആയിട്ട് മാത്രമേ നിലനിൽക്കുള്ളൂ. അതൊരിക്കലും എന്ത് ചെയ്യില്ല? സിംഗിളായിട്ട് നിലനിൽക്കില്ല. അടുത്തത്, ഡോബ്രെയ്നർ കുഡ് ഐഡന്റിഫൈ ഓൺലി ഡാഷ് ട്രയാഡ്സ് ഫ്രം ദ എലമെന്റ്സ് നോൺ അറ്റ് ദാറ്റ് ടൈം. ഡോബ്രെയ്നർക്ക് എത്ര ട്രയാഡ്സ് ആണ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റിയത്? അതായത് പീരിയോഡിക് ടേബിൾസിലെ എലമെന്റ്സിന്റെ ക്ലാസിഫിക്കേഷൻ ഒരുപാട് പേര് ഇങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ. സോ ലോ ഓഫ് ട്രയാഡ്സ് കൊണ്ടുവന്ന വ്യക്തിയാണ് ഡോബ്രെയ്നർ എന്ന് പറയുന്നത്. സോ ഡോബ്രെയ്നറിന്റെ തിയറി എങ്ങനെയാണെന്ന് വെച്ചാൽ, മിഡിൽ എലമെന്റിന്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ആവറേജ് ആയിരിക്കും. ഏതിൻ്റെയൊക്കെ? അതിന് മുന്നിലും പിന്നിലുമുള്ള എലമെന്റ്സിന്റെ ആവറേജ് എടുത്തിട്ടുള്ള പ്രോപ്പർട്ടി ആയിരിക്കും ഏതിനുള്ളത്? മിഡിൽ എലമെന്റിന് ഉള്ളത്. ആറ്റോമിക് വെയ്റ്റിന്റെ ഓർഡറിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എഴുതുന്ന സമയത്ത് 3 എലമെന്റ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നടുവിലുള്ള എലമെന്റിന്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്
മറ്റ് 2 മെമ്പേഴ്സിൻ്റെ ആവറേജ് ആയിരിക്കും എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത്, ലോ ഓഫ് ട്രയാഡ്സ് എന്ന് പറയുന്നത്. ഈ ലോ പ്രപ്പോസ് ചെയ്ത വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്, ഡോബ്രെയ്നർ എന്ന് പറയുന്നത്. സോ നമ്മൾക്ക് ട്രയാഡ്സ് എന്ന് പറയുമ്പോൾ തന്നെ അതിന് കിട്ടും എന്താണ് 3 ആണെന്നുള്ളത്. സോ 3 ട്രയാഡ്സ് ആണെന്ന് പറയുന്നത് ആൻസർ എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ മറ്റൊരു ലോ ആണ് ലോ ഓഫ് ഒക്ടേവ്സ്. അത് പ്രപ്പോസ് ചെയ്ത വ്യക്തിയാണ് ജോൺ ന്യൂലാൻഡ്സ്. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രോപ്പർട്ടീസ് എപ്പോഴാണ് ഡിഫർ ആവുന്നതെന്ന് വെച്ചാൽ ആറ്റോമിക് മാസിൻ്റെ ഇൻക്രീസിങ് ഓർഡറിൽ നമ്മൾ എലമെൻസിനെ അറേഞ്ച് ചെയ്യുന്ന സമയത്ത് ആദ്യത്തേതിനും 8ാമത്തേതിനും ഒരേ പ്രോപ്പർട്ടി ആയിരിക്കും എന്നുള്ളതാണ്. അതായത് 7 എലമെൻസിൻ്റെ ഇൻ്റർവെല്ലാണ് ഇതിൻ്റെ പ്രോപ്പർട്ടീസ്, എലമെൻസിൻ്റെ പ്രോപ്പർട്ടീസ് എന്താവുന്നത്, സെയിം ആവുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഒന്നുകൂടെ ഞാൻ പറയാം. അറ്റോമിക് മാസിൻ്റെ ഇൻക്രീസിങ് ഓർഡറിൽ നമ്മൾ എഴുതുന്ന സമയത്ത് എലമെൻസിൽ ആദ്യത്തെ എലമെൻറ്റിൻ്റെയും 8ാമത്തെ എലമെൻറ്റിൻ്റെയും പ്രോപ്പർട്ടി സെയിം ആയിരിക്കും. അല്ലെങ്കിൽ അതിനെ മറ്റൊരു രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ 7 എലമെൻറ്റിൻ്റെ ഇൻ്റർവെൽസിലാണ് സെയിം പ്രോപ്പർട്ടി എന്ത് ചെയ്യുക, കാണിക്കുക. സോ ഇതാണ് എന്തെന്ന് പറയുന്നത്, ലോ ഓഫ് ഒക്ടേവ്സ് എന്ന് പറയുന്നത്. ഇത് പ്രപ്പോസ് ചെയ്ത വ്യക്തിയാണ് ജോൺ ന്യൂലാൻഡ്സ്. സോ ലോ ഓഫ് ട്രയാഡ്സ് എന്ന് പറയുന്നത് ഡോബ്രെയ്നറും ലോ ഓഫ് ഒക്ടേവ്സ് എന്ന് പറയുന്നത് ജോൺ ന്യൂലാൻഡ്സും ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മാസ് ഓഫ് എ ഗേൾ ഹൂ വെയ്സ് 450 ന്യൂട്ടൺ? 450 ന്യൂട്ടൺ ഉള്ള ഒരു ഗേളിൻ്റെ മാസ് എത്രയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് 9.8 മീറ്റർ/സെക്കൻഡ്². ഇത് പറയുമ്പോൾ മറ്റൊരു കാര്യം ഞാൻ അതിൻ്റെ കൂടെ തന്നെ പറഞ്ഞോട്ടെ. ആക്സലറേഷൻ്റെ യൂണിറ്റ് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്, മീറ്റർ/സെക്കൻഡ്² ആണ്. തെറ്റരുത്, മീറ്റർ/സെക്കൻഡ്² ആണ് ആക്സലറേഷൻ എന്ന് പറയുന്നത്, ആക്സലറേഷൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ കൂടെ തന്നെ അത് പറഞ്ഞു പോയതാണ്. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എത്രയാണ്, 9.8 മീറ്റർ/സെക്കൻഡ്² ആണ്. സോ മാസ് കണ്ടുപിടിക്കാനായിട്ട് 450 ന്യൂട്ടൺ ഡിവൈഡഡ് ബൈ 9.8 ചെയ്യുമ്പം നമുക്ക് 45.9 kg എന്നുള്ളത് കിട്ടും. എർത്തിൽ വെച്ചിട്ടുള്ള വെയിറ്റ് ആണ് നമ്മൾ കണക്കാക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 9.8 എടുത്തിട്ടുള്ളത്. സോ അത്രയാണ് ഈ 2 ഷിഫ്റ്റിലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. സോ ഇനിയും വലിച്ച് ലെങ്തി ആക്കുന്നില്ല. സോ ഇത്രയും നേരം ക്ഷമയോടെ കണ്ടിരുന്ന എല്ലാ ഫ്രണ്ട്സിനും താങ്ക് യു. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. വൺസ് അഗെയിൻ താങ്ക് യു.